കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയെ അറിയാത്ത മലയാളി പ്രേക്ഷകർ കുറവാണ്. ഈയിടെയാണ് തൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി രേണു സുധി രംഗത്ത് വന്നത്. ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. ഇപ്പോഴിതാ തൻ്റെ അസുഖത്തിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് താരം. തൻ്റെ ആരാധകരിൽ ആരും തട്ടിപ്പിന് ഇരയാകരുത് എന്ന മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് രേണു സുധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ റിക്കവറായി വരാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ കുഞ്ഞാണ്, ഇപ്പോഴും ഞാൻ ചത്തുപോട്ടെ എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതിലും അധികം ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് നന്ദി പറയുന്നു. അസുഖമറിഞ്ഞ ശേഷം ഒരുപാട് പേർ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാതെ തന്നെ സഹായങ്ങൾ അയക്കുന്നുണ്ട്. എൻ്റെ പേരിൽ എന്തോ ഒരു പിരിവ് ചിലർ നടത്തുന്നതായി ഞാൻ അറിഞ്ഞു. പക്ഷേ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടെയുമല്ല. എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണമെന്ന് ഞാൻ ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മാനേജർ കരിഷ്മയെ കോൺടാക്റ്റ് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. ആരോടും എനിക്ക് വേണ്ടി പിരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും പിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന്. ഒരിക്കലും ഞാൻ പിരിവ് ആവശ്യപ്പെടുന്ന വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ എന്നെ വന്ന് കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കക്ഷം, ഹാർട്ടിൻ്റെ മസിൽ എന്നീ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് നല്ല പൈസയാകും. അതിനാലാണ് സബ്സ്ക്രിപ്ഷനും യൂട്യൂബ് ചാനലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും എൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുന്നതും അപ്ഡേഷനുകൾ തരുന്നതും എനിക്ക് പണം ആവശ്യമുള്ളത് കൊണ്ടാണ്. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പൈസ ഉണ്ടെങ്കിലേ തുടർ ചികിത്സ സാധ്യമാകൂ. നല്ല പൈസയാകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ചികിത്സയ്ക്ക് തികയുമോ എന്നറിയില്ല. എൻ്റെ മാനേജർ കരിഷ്മയൊക്കെ കാണാൻ വന്നിരുന്നു. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. ജീവിതത്തിലെ പ്രയാസഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. സ്നേഹിക്കുന്നവരോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാണാൻ വരുന്നവരിൽ പലരും സന്തോഷത്തോടെ മരുന്ന് മേടിച്ചോളൂ എന്ന് പറഞ്ഞ് ചെറിയ സഹായം തരുന്നുണ്ട്. അതല്ലാതെ ആരോടും പിരിവ് നടത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. വേറൊന്നും പറയാനില്ല. മുന്നോട്ട് പോകാൻ ധൈര്യം കിട്ടാൻ പ്രാർത്ഥിക്കുക. പിക്ക് ലൈൻ ഇട്ടതിൻ്റെ വേദനയുണ്ട്. മെഡിക്കൽ കോളേജിൽ ചിലവില്ലെന്ന് കരുതരുത്, നല്ല ചിലവുണ്ട്. മെഡിസിൻ, ട്യൂബ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വേണം. പഴയ പോലെ മിടുക്കിക്കുട്ടിയായി ഓടി നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും ആദരാഞ്ജലി പോസ്റ്റുകൾ ഇടാതിരിക്കുക. എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, സ്നേഹിക്കുന്നവരുമുണ്ട്. അവർക്കത് വിഷമമാകുമെന്നും രേണു പറഞ്ഞു. നിരവധി പേരാണ് താരത്തിന് ആശ്വാസ കമൻറ്റുകളുമായി എത്തുന്നത്.